കട്ടപ്പന പുളിയന്മല ഹിൽ ടോപ്പിൽ കണ്ടെയ്നർ കുടുങ്ങി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ലോഡുമായി വന്ന വാഹനമാണ് കൊടുംവളവിൽ കുടുങ്ങിയത്. 2.5 മണിക്കൂർ സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പൈപ്പുമായി എത്തിയ കണ്ടെയ്നർ ലോറി പുളിയന്മല ഹിൽ ടോപ്പ് വളവിൽ കുടുങ്ങിയത്. ഡ്രൈവറിന്റെ പരിചയക്കുറവാണ് കണ്ടെയ്നർ വഴിയിൽ കുടുങ്ങുവാൻ പ്രധാന കാരണമായി മാറിയത്. ഇത്രയും വലിയ വണ്ടി ഈ ചെറിയ വണ്ടികൾ വരുമ്പോൾ ബ്ലോക്കാവും. അത് വീതി കൂട്ടുകയില്ല, സൈഡ് എടുക്കുകയില്ല. ഇതൊന്നുമില്ലല്ലോ, ഇത് വർഷങ്ങളായി നമ്മളിവിടെ കണ്ട് അനുഭവിക്കുന്നത്. സ്ഥിരം കോഴി വണ്ടി വന്ന് മറിഞ്ഞ് എത്ര എണ്ണം പോയി, പാല് വണ്ടി മറിഞ്ഞ് എന്തോരം നഷ്ടം വന്നു. പിന്നെ ക്രൈം വന്നിട്ട് 2 ആൾ മരിച്ചു. എന്നിട്ട് സർക്കാരിന് ഇതുമില്ല, ആരോട് പറയാനാ. വാഹനത്തിന്റെ പിൻഭാഗം റോഡിൽ കുത്തിയ നിലയിലായതുകൊണ്ട് തന്നെ വാഹനം നീക്കാനും പറ്റാത്ത അവസ്ഥയിലായി. മിക്ക വാഹനങ്ങളും മാലി വഴിയും ആനകുത്തി വഴിയുമാണ് കട്ടപ്പനയിലെത്തിയത്. കട്ടപ്പനയിൽ നിന്നും പോലീസ് എത്തിയാണ് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടത്. നിരവധി ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങി. JCB എത്തിച്ച് വാഹനം മാറ്റാൻ ശ്രമിച്ചെങ്കിലും 2.5 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. കഴിഞ്ഞ ദിവസവും ഇവിടെ ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ ഇതുപോലെ വണ്ടികൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ പുളിയമ്പലയിലൊക്കെ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് ഇതുപോലത്തെ വണ്ടികൾ വരുമ്പം തടഞ്ഞു നിർത്തി ചോദിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അവരെ ഒരു കാരണവശാലും വിടുന്നുണ്ട്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നിട്ട് പരിചയമുള്ള ഡ്രൈവർമാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഈ കട്ടപ്പനയിലേക്ക് ലോഡ് വരുന്ന ഈ മാതിരി ലോഡ് വന്നിട്ട് ഈ വളവ് വന്നു കഴിഞ്ഞാൽ എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ പെട്ടു. നിങ്ങൾ എത്ര സമയം ഇവിടെ കിടക്കും? ഇവിടെ നമ്മൾ 1:30 ആയപ്പോൾ വന്നതാണ്. നമ്മൾ 2:15 ആകുമ്പോൾ എറണാകുളം വന്ന വണ്ടിയായിരുന്നു. എല്ലാം പോയി, എല്ലാം മുടിഞ്ഞു. ഈ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു 2 ആഴ്ച മുന്നേ ഇതുപോലെ തന്നെ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പം ഇതേ പ്രശ്നമായി. അന്നും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചാലു കൊടുക്കും. കട്ടപ്പന പുളിയമല റോഡിലെ വളവുകളിൽ വീതി കൂട്ടണമെന്ന ആവശ്യമാണ് യാത്രക്കാരും പ്രദേശവാസികളും പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്